പക്ഷേ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം, വിദേശത്ത് പോയി ജോലി തേടുന്ന അവസ്ഥാവിശേഷം ഒഴിവാക്കണം. അതുകൊണ്ട് കേരളത്തിലേക്ക് ആര് നിക്ഷേപവുമായി വന്നാലും അവരെ സ്വാഗതം ചെയ്യണമെന്നാണ് UDFിൻ്റെ കോൺഗ്രസിൻ്റെയും നിലപാട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ എന്ത് നിക്ഷേപം ഉണ്ടായി? ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് EP ജയരാജൻ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ അസൻറ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇതേ സ്ഥലത്ത് വെച്ച് നടത്തുകയുണ്ടായി. അന്നും കോടിക്കണക്കിന് രൂപയുടെ MOU ഒപ്പിട്ടു. ജനങ്ങൾ പ്രതീക്ഷിച്ചു കേരളം വളരെ ഉയരെയാകാൻ പോകുന്നു, വളരാൻ പോകുന്നു എന്നൊക്കെയാണ് അന്ന് വാഗ്ദാനങ്ങൾ കൊടുത്തത്. അസൻറ്റിൽ പ്രഖ്യാപിച്ച ഒരു പരിപാടിയും ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് സത്യം. അന്ന് ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്ന് ആ പദ്ധതി അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഞാൻ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അത് പിൻവലിച്ചു പോകേണ്ടി വന്നു. അന്നത്തെ നിക്ഷേപ സംഗമത്തിൽ ഒരു അതിന് ശേഷം ഒരു വ്യവസായ സംരംഭവും കേരളത്തിൽ അതിൻ്റെ പേരിൽ ആരംഭിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനങ്ങൾ ആളുകൾ നൽകുന്നു, MOU ഒപ്പിടുന്നു. ഏതെല്ലാം MOU ഒപ്പിട്ടത് നമുക്കറിയില്ല, പത്രവാർത്തകളിലൂടെ അറിയുന്നത്. ഈ കഴിഞ്ഞ 8 വർഷവും ഒരു വികസനവും കൊണ്ടുവരാത്തൊരു ഗവൺമെൻറ്റാണിതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാൻ 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരമൊരു നിക്ഷേപ സംഗമം നടത്തുന്നതിലെ ആത്മാർത്ഥതയെ ജനങ്ങൾക്ക് സംശയമുണ്ട്. ഇത് ഈ പദ്ധതികൾ നടപ്പാക്കാനാണ് എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കില്ല. അതിൻ്റെ കാരണം അസൻറ്റ് നടപ്പാക്കിയ ഒപ്പിട്ട MOU ഒന്നും നടക്കാതെ പോയതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ ഒപ്പിട്ട MOUകൾ നടപ്പാക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഇതിനെ മാറ്റുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം നിക്ഷേപ സംഗമങ്ങൾ നടക്കുന്നത് ജനതാൽപര്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന ഒരു വലിയ വിമർശനം കേരളത്തിൽ ഉയരുന്നുണ്ട്. 8 വർഷക്കാലമായി വികസന രംഗത്ത് ഒരു നിക്ഷേപവും കൊണ്ടുവരാത്ത ഒരു ഗവൺമെൻറ് കഴിഞ്ഞ നിക്ഷേപ സംഗമത്തിലെ ഒപ്പിട്ട MOU നടപ്പാക്കാത്ത ആളുകൾ ഇപ്പോൾ വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ലക്ഷക്കണക്കിന് കോടികളുടെ MOU ആണിപ്പോൾ ഇവിടെ ഒപ്പിട്ടതെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ ഇതായിരുന്നു. EP ജയരാജൻ വ്യവസായ മന്ത്രി ആയിരുന്നു. അതിൻ്റെ സമയത്തും കോടിക്കണക്കിന് രൂപയുടെ MOU ഒപ്പിട്ടു, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ MOU ഒപ്പിട്ടു. അതുകൊണ്ട് കേരളത്തിനെ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം ഈ MOU ഒപ്പിടുന്നതിൽ അവസാനിക്കാൻ പാടില്ല, ഇത് നടപ്പാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, അതൊക്കെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അത് ഒരു വിവാദമാക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനോ ഞാൻ തയ്യാറല്ല. അന്ന് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹം UN നിന്ന് വിട്ടു വന്ന സന്ദർഭത്തിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തോട് പാർട്ടി ചേരണമെന്നും ഞാനന്ന് പാലക്കാടാണ് സജസ്റ്റ് ചെയ്തത്, പാലക്കാട് നിൽക്കണമെന്നും ഒക്കെ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞെന്നുള്ളത് സത്യമാണ്. അത് ശരിയാണ്, അത് അദ്ദേഹം പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഒരു പാർട്ടിക്ക് അത് അദ്ദേഹത്തെ പോലെ ആൾ വരുന്നത് നല്ലതാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഞാനിവിടെ കോൺഗ്രസിൻ്റെ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എറണാകുളത്ത് നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം പാർട്ടി അംഗമല്ലാതായിട്ട് കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സോണിയാഗാന്ധിയുടെ പങ്കെടുത്ത ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിര സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതൊക്കെ അതുകൊണ്ടല്ലേ. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. ഏതാ? CPM ഒരു കരട് രേഖ അയച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം. മോദി
സർക്കാർ ഫാസിസ്റ്റ് ഇതല്ല എന്നുള്ള തരത്തിൽ? അതെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും CPM-ഉം BJP-യുമായിട്ട് പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കുകയല്ലേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്നെ BJP-യുടെ വോട്ട് കൊണ്ടല്ലേ. BJP-യുടെ 14% വോട്ട് 10ആയി കുറഞ്ഞതുകൊണ്ടല്ലേ തുടർഭരണമുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഇനിയും എന്നാണ് BJP പുരോഗമന പാർട്ടിയാണ് എന്ന് CPM പറയുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. CPM-ഉം ഫാസിസ്റ്റ് ശക്തി അല്ല RSS-ഉം BJP-യും എന്ന് പറയുന്ന CPM ഈ നാട്ടിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഫാസിസ്റ്റ് ശൈലിയിൽ പ്രവർത്തിക്കുന്ന RSS-നെയും BJP-യെയും അവർ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി നോക്കി കണ്ടുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ സംശയം. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തരൂർ മുന്നറിയിപ്പ് നൽകുന്നത്. പാർട്ടി തന്നെ വേണമെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന്. അല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി കണ്ടതിന് ശേഷമുള്ള അദ്ദേഹം കാണുന്നതിന് മുമ്പാണ് ഈ പ്രതികരണം ഉണ്ടായത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. ഒറ്റൊരു ചോദ്യം രമേശ് ജി, അതായത് ഇപ്പോൾ രമേശ് ജി തന്നെ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് മുൻപായിരുന്നു എന്നുള്ളത്. അങ്ങനെ മുൻപ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയായ സമീപനമാണോ പാർട്ടി? രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം അദ്ദേഹം പരസ്യമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അതാണ് കാണുന്നത്.